നേപ്പാളിൽ ബുധനാഴ്ചയുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 389 ഉയർന്നു. ടിബറ്റൻ അതിർത്തി പ്രദേശങ്ങളുണ്ടായ അപ്രതീക്ഷിത പ്രളയത്തിൽ നിരവധി ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒലിച്ചുപോയി. ഇതുവരെ 1400-ലധികം ആളുകളെ കാണാതായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കായി 14 ഹെലികോപ്റ്ററുകളെയും ദുരന്ത നിവാരണ സേനയുടെ പ്രത്യേക സംഘങ്ങളെയും വിന്യസിച്ചതായി നേപ്പാൾ സൈന്യം അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയെ വകവയ്ക്കാതെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ദുരന്തത്തിൽ കുറഞ്ഞത് 288 ഇന്ത്യക്കാരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യാഴാഴ്ച അറിയിച്ചത്. ഇതിന് പുറമെ 200ഓളം ഇന്ത്യക്കാർ ചൈനീസ് അതിർത്തിയുടെ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇവരെ രക്ഷപ്പെടുത്തുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും അധികൃതരുമായി നിരന്തരം ആശയവിനിമയം നടത്തി വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതിനിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള 21 ഇന്ത്യക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഔദ്യോഗികമായി അറിയിച്ചു. അതേസമയം നേപ്പാളിലെ പ്രളയത്തെ തുടർന്ന് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ച്, കുശിനഗർ ജില്ലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗണ്ഡക് നദി ഉൾപ്പെടെ നേപ്പാളിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളിലെ ജലനിരപ്പ് ഉദ്യോഗസ്ഥർ കർശനമായി നിരീക്ഷിച്ചു വരികയാണ്. നേപ്പാളുമായി വടക്കൻ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഇന്ത്യയിലെ ഉത്തർപ്രദേശ്.